ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സർ. ഈ ഡയലോഗ് ഏത് സിനിമയിലെയാ? ഇതിലെയാ? സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. സിദ്ദിഖ് ലാലിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ്, സത്യനന്ദകാടിന്റെ 1986 മൂവിയാണിത്. നമുക്കൊരു സർവമായ പ്രൊമാക്സ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാവരും പറയുന്നു കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണെന്ന്. കാരണം അക്കാലത്ത് അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഒരു പ്ലോട്ട് അല്ല ഇതിന്റെ. ഭയങ്കര കിടിലും മൂവി ആട്ടോ. റഹ്മാൻ, മോഹൻലാൽ, തിലകൻ ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ കാസ്റ്റിംഗ്. അതില് തിലകന്റെ കാസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞാൽ കോമഡിയാണ്. കാലനാണ്, ലിറ്ററലി കാലനാണ് ഇതിന്റെ അകത്ത് തിലകൻ. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ റഹ്മാൻ മരിച്ചു പോകുന്നു, അങ്ങനെ കാലനെ മീറ്റ് ചെയ്യുന്നു. ഈ റഹ്മാനും കാലനും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻ, അതെല്ലാം ഭയങ്കര കോമഡിയാണ്. രസം തോന്നും ഭയങ്കരമായിട്ട് ഇവരുടെ കോൺവെർസേഷൻസ് ഒക്കെ. ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. കാണാൻ പാടില്ലേ പോത്ത്? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലം മറന്നില്ല. ആ ഒറ്റ കാലനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്നെ കൊണ്ടുപോകണം. ഏത് പോയോണ്ട് ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് അവിടെ ഇവിടെ മൊത്തം. സോ അങ്ങനെ മരിച്ചുപോയ റഹ്മാന് കാലൻ ഇസ് ഗിവിംഗ് എ ചാൻസ് ടു ലീവ് ഇൻ സമ്മൺ എൽസ് ബോഡി. അതാണ് ശരിക്കും ഇതിൽ ഈ സ്റ്റോറിയിൽ കാണിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ലൈക്ക് ഒരു സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ലാലേട്ടന്റെ എൻട്രി ഉണ്ട്. ഈ ലാലേട്ടന് സ്റ്റോറിയിലേക്ക് അധികം കിടക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾ അത് കാണാം, അതായിരിക്കും നല്ലത്. പക്ഷേ സ്റ്റിൽ ഐ വോണ്ടഡ് ടു സേ സംതിങ് വെരി നോട്ടീസബിൾ. അതായത് ലാലേട്ടന് ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട് ഇതിന്റെ അകത്ത്. ആദ്യം വേറൊരു രീതിയിലാണ് പുള്ളിയെ പ്രസന്റ് ചെയ്യുന്നത്. ലേറ്റർ ലാലേട്ടന് ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഭയങ്കര വിസിബിൾ ആണ്. ആൻഡ് അത് ലാലിനെ കൊണ്ടേ പറ്റൂ. സോ അധികം ലോജിക്സ് ഒന്നും നോക്കാതെ നിങ്ങൾക്കൊരു ഓൾഡ് ഫിക്ഷണൽ ഒരു കോമഡി മൂവി കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഫിഡിലൻ സാധനമാണ്, മാസ്റ്റർ പീസ് ആണ്. കണ്ടു നോക്ക്.